ഇത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഭയങ്കരമായിട്ടും ഒരു മാനസിക വേദന, അതുപോലെ തന്നെ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ ഇത് അവസാനിച്ചു എന്നൊരു ഫീലിംഗ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്. അതായത് ഒരാളുടെ എനർജി എന്ന് വെച്ചാൽ വളരെ തളർന്ന ഒരു അവസ്ഥയിലാണ്. എന്തിനോട് ഒരു അറ്റാച്ച്മെന്റ്, അതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്നർ വൂൺസിൽ ഉപേക്ഷിക്കപ്പെടുമോ അതല്ലെങ്കിൽ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഭയം, ഉപേക്ഷിക്കപ്പെടുമെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് കളയുമെന്നല്ല, അതേപോലത്തെ ഒരു എനർജി നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ ആരും സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നലായിരിക്കാം. അങ്ങനെ ഒരു ഭയം നിങ്ങളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഇതേപോലത്തെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഒരു സമാധാനമില്ല, എല്ലാം സൈലൻ്റായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് വിഷമം, ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പം അതിൽ നിന്നും നമുക്ക് ഒരു ട്രോമ വൈസ് പറയുകയാണെങ്കിൽ, ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ഇതേപോലെ ഒരു പാറ്റേൺ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള മുറിവുകൾ അതൊന്നും ഹീൽ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതേപോലുള്ള കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വലിയ ഒരു എന്താ പറയുക, വേദനയും വലിയ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് റീസൺ ആ ഒരു ട്രോമ വൈസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന പ്രോബ്ലം കൊണ്ടാണ്. തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഒരു കാമിക് ബോണ്ടാണ്. നിങ്ങളെ ലെസൺ പഠിപ്പിക്കാൻ വന്ന ആളാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു വിവാഹ സാധ്യത എന്ന് പറഞ്ഞാൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കാർമിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലെസൺസ് ക്രിയേറ്റ് പോവാൻ, അതല്ലെങ്കിൽ ആ ഒരു നിങ്ങളെ കളഞ്ഞിട്ട് പോയില്ല. കാരണം എന്ന് വെച്ചാൽ ലെസൺ ക്ലിയർ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും എപ്പോഴും. ഒരു റിലേഷൻഷിപ്പ് അല്ല, ഒരു സോൾ ലെവൽ കണക്ഷൻ ആണ്. ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ വേദന, അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്കൊരു പെയിൻ, ഒരു അസ്വസ്ഥത, പിന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇങ്ങനെ ഒരു പാറ്റേൺ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വന്നു കൊണ്ടിരിക്കുന്നത്. ഇതൊരു സാധാരണ ബ്രേക്കപ്പ് എനർജി അല്ല, ഇതൊരു കാർമിക് പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു എനർജിയാണ്. ഇന്നർ ചൈൽഡ് വൂൺസ് ഹീൽ ചെയ്യുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ ഇതേപോലത്തെ സെയിം പാറ്റേൺ തന്നെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ വൂൺസ് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പണ്ടുണ്ടായിട്ടുള്ള അതേ രീതിയിലുള്ള വിഷമങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ഫിനാൻസിലും, നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിലും, നിങ്ങളുടെ ജോബിലും, നിങ്ങൾ എവിടേക്ക് എന്തൊക്കെ തരത്തിൽ പോകാൻ ശ്രമിക്കുന്നു അവിടേക്ക് ഈ ഒരു ഇൻഡിവിഡ്സിന്റെ ആ ഒരു ഇത് എപ്പോഴും അതിൽ കൂടെ തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതേ സെയിം പാറ്റേൺ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്.